പാർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു പാർക്കാണ്. എല്ലാം കൊണ്ടും പുഴ ഒഴുകുന്നു, അതുപോലെ ക്ഷേത്രം അടുത്തുണ്ട്, പാലമുണ്ട്. എല്ലാ രീതിയിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നിരുന്ന് നല്ല കാറ്റ്, വളരെ പ്രകൃതി അനുകൂലമായ ഒരു പാർക്കിന് വേണ്ട എല്ലാ അന്തരീക്ഷവും ഇവിടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൊടുപുഴ മുനിസിപ്പാലിറ്റി വളരെ വ്യക്തമായി, മുനിസിപ്പാലിറ്റി കീഴിലാണിത്, വളരെ വ്യക്തമായിട്ട് ഇതിൽ ഇടപെടണം. കുട്ടികൾ നേരത്തെ സൈക്കിൾ ചവിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് ഫെസിലിറ്റി, ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു, വേറൊരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ അത് മീൻ വളർത്തുന്നുണ്ട്. എന്നാലും ഈ തദ്ദേശ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്താണ്? പോരായ്മ എന്ന് പറയുന്നത് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മുനിസിപ്പാലിറ്റി തന്നെ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പാർക്കിൽ വരുന്നവർക്കോ വൃദ്ധജനങ്ങൾക്കോ തൊടുപുഴ ടൗണിൽ വരുന്നവർക്ക് അത് ഉപയോഗിക്കാതെ അത് പൂട്ടിക്കിടക്കുകയാണ്. അത് വളരെ ഖേദകരമാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ, അതായത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഒരു വീഴ്ച തന്നെയാണ്. ഭരണം മാറുമോ വരാതിരിക്കുകയോ അവിശ്വാസം കൊണ്ടുവരുമോ അതൊക്കെ എല്ലാം ഓക്കെ. പക്ഷെ അന്നന്ന് നടക്കേണ്ട കാര്യങ്ങൾ തൊടുപുഴ മുനിസിപ്പാലിറ്റി വളരെ വ്യക്തമായിട്ട് അത് ചെയ്തേ പറ്റൂ. ഇവിടെ മരം വീണ് പലതവണ അപകടം ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഈ കൃത്യമായിട്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റി പാർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. നമുക്ക് ആദരിക്കപ്പെടേണ്ട ഒരു ജവാന്റെ പേരിലാണ് ഈ പാർക്ക് നിലകൊള്ളുന്നത്. അതുപോലും വിസ്മരിച്ചാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ. അവര് ഈ ഭരണപരമായ പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷെ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഭരണം അവരുടെ കാര്യം മാത്രമാണ്. ജനങ്ങൾക്ക് ഇവിടെ വരിക, സ്വസ്ഥമായിട്ട് ഇരിക്കുക, കുട്ടികൾക്ക് ഇച്ചിരി നേരം വിനോദത്തിൽ ഏർപ്പെടുക, അതൊക്കെയാണ് ജനങ്ങൾക്ക്. പിന്നെ നഗരത്തിൽ വരുമ്പോൾ, തൊടുപുഴ നഗരത്തിൽ വരുമ്പോൾ നമുക്ക് വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടെന്നുള്ളത് തന്നെ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് അത് പ്രശ്നമല്ലായിരിക്കും, പക്ഷെ സ്ത്രീകൾക്ക് അത് വളരെ അടിയന്തരമാണ്. സ്ത്രീകളെ നമ്മൾ ശരിക്കും സമൂഹത്തിൽ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റി ഒരു വീഴ്ച തന്നെയാണ് അതിൽ. ഇപ്പൊ പുതിയ പ്രസിഡന്റ് ഒരു വനിതയാണ്. എന്തായാലും അവർ അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ് എനിക്കുള്ളത്. എവിടെയാണ് വീട്? എവിടെയാണ്? കുമാരമംഗലം എവിടെയാണ്? തൊടുപുഴ കുമാരമംഗലം ഫ്രണ്ട്സ് ആണ് അല്ലേ? ഈ പാർക്കിൽ നേരത്തെ വരാറുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ തൊടുപുഴ? തൊടുപുഴ പൊളിയല്ലേ? പാർക്കിൽ എല്ലാ ആഴ്ചയും വരുമോ? സമയം കിട്ടുമ്പോഴൊക്കെ. നമുക്ക് ഇനിയും എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് വേണോ പാർക്കിന്? എന്തെങ്കിലും കുറച്ചുകൂടി പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടെ നന്നായിരിക്കും. എന്തൊക്കെയാണ് ഒരു മനസ്സിലുള്ളത് പാർക്കിന്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അധികാരികളോട് പറയാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടോ? പണ്ടുണ്ടായിരുന്ന ഒരു സാധനങ്ങളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പണ്ട് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. നടക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു നഗരസഭ ചെയർപേഴ്സൺ ആയിട്ട് ഒരു വനിത പുതിയതായിട്ട് ചാർജ് എടുത്തു. അറിഞ്ഞില്ല? അപ്പൊ നമ്മുടെ സബീന ബിഞ്ചു എന്ന് പറയുന്ന ഒരു വനിതയാണ് നഗരസഭയുടെ ചെയർപേഴ്സൺ. അപ്പൊ ഒരു വനിത വരുമ്പോൾ തൊടുപുഴ ഈ പാർക്കിനും തൊടുപുഴയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഒരു വനിത ചാർജ് എടുക്കുമ്പോൾ? പ്രതീക്ഷയുണ്ട്. വനിതയ്ക്ക് ഫുൾ സപ്പോർട്ടാണ്. പുളിസേ, പാർക്ക് എങ്ങനെയുണ്ട്? പാർക്കിൽ വരാറുണ്ടോ? എന്താ പേരെന്താ മോക്കടെ? പ്രാർത്ഥന. അടിപൊളി പേരാണല്ലോ. മോന്റെ പേരെന്താ? പ്രണവ്. ഇന്നെന്താണ് ശ്രീകൃഷ്ണജയന്തിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന കണ്ണനെ കാണാൻ അല്ലേ? ആണോ? ധീര ജവാൻ നമ്മുടെ സന്തോഷ് കുമാർ സാറിന്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരു ഇടുക്കിയുടെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന തൊടുപുഴയില് ഈ ഒരു പാർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ അത് ആരും തന്നെ അതങ്ങനെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പലപ്പോഴും യാത്രകൾ ചെയ്യുന്നയാളാണ്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് വളരെ നല്ല, ഇപ്പോൾ എറണാകുളത്ത് സുഭാഷ് പാർക്ക് പോലെ, അല്ലെങ്കിൽ പല രീതിയിൽ എവിടെയാണെങ്കിലും, കേരളത്തിന് വെളിയിലാണെങ്കിൽ അത് വളരെ നല്ല മനോഹരമായിട്ട് പോകും. കേരളത്തിൽ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും ആളുകൾക്ക് വലിയ സമയം കളയാനോ മെനക്കെടാനോ പണം മുടക്കാനോ ഒന്നും തയ്യാറല്ല. ഇപ്പൊ ജനങ്ങൾക്ക് കൂടുതലൊരു മാനസികമായിട്ടും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ഇന്ത്യ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്.